ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാ കാത്തിരിപ്പുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് വേദയുടെയും വിക്രത്തിൻ്റെയും ജീവിതത്തിൽ ഇനി ആ ഒളിച്ചു താമസത്തിനുള്ള ആ ഒരു അവധി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമ്മുടെ വേദയും വിക്രവും മുന്നിട്ടിറങ്ങിയത് അവരുടെ തന്നെ നന്മയ്ക്കാണെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിവാഹവേളയിൽ നമ്മുടെ അനിയൻകുട്ടന് വന്ന മാറ്റം അത് ചില്ലറയൊന്നുമല്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരും അന്താളിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക. ഏതായാലും അനിയൻകുട്ടന് മറ്റുള്ളവരെല്ലാവരും കേൾക്കെ ഒന്നും പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന കാര്യവും അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിക്രത്തോടും വേദയോടും മാത്രമായിട്ടായിരിക്കും അനിയൻകുട്ടൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയുക എന്നും പറഞ്ഞ് അവരെ അകത്തേക്ക് പറഞ്ഞു വിടുക. അങ്ങനെ വിക്രവും വേദയും കൂടി അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഇവിടെ സേതുവും അവരെല്ലാവരും പള്ളിയിലെ അച്ഛനും ഡോക്ടറും എല്ലാവരും ഇങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ സമയത്ത് അവരകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും രണ്ട് കൈയും കൂപ്പി പിടിച്ച് ഇങ്ങനെ ഇരുന്നു ഭയങ്കര കരച്ചില്ല അനിയൻകുട്ടൻ ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഭയം വിട്ടുമാറിയിട്ടില്ല. പാവം അതിങ്ങനെ കിളികിലാ വരച്ചിരുന്ന് ഇങ്ങനെ കരയുക. അപ്പം അനിയൻകുട്ടാന്നും പറഞ്ഞ് വിക്രം അടുത്ത് ചെന്നിരുന്നു. അപ്പോഴത്തേക്കും വിക്രമെന്നും പറഞ്ഞ് വിക്രത്തിൻ്റെ കയ്യിൽ പിടിച്ചുവിട്ട് അനിയൻകുട്ടൻ എടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നീ ഇങ്ങനെ കരയല്ലേ എന്നും പറഞ്ഞ് വിക്രം ഇങ്ങനെ അനിയൻകുട്ടനെ സമാധാനിപ്പിക്കുക. പക്ഷേ അനിയൻകുട്ടനാണെങ്കിൽ ആ ഉൾഭയം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അതിങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. നീ എന്തിനാ അനിയൻകുട്ട ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ എവിടെയാടാ എന്താടാ എന്നൊക്കെ ചോദിച്ച് അനിയൻകുട്ടൻ ഇങ്ങനെ വിക്രത്തോട് ചോദിക്കുക. അപ്പോൾ അതെല്ലാം പറയാം. നീ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടടാ, പുളിക്കനെ കൊല്ലുന്നത് ഞാൻ കണ്ടടാ എന്നിങ്ങനെ അനിയൻകുട്ടൻ പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അതായത് വേദയും വിക്രവും കൂടി ഇപ്പോൾ വിക്രത്തിൻ്റെ അരികിലേക്ക് വേദയും ചെന്നിരുന്നു അനിയൻകുട്ടൻ്റെ അടുത്ത് ചെന്ന്. അപ്പോൾ എന്താടാ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ അനിയൻകുട്ടൻ ഇങ്ങനെ വിക്രത്തോടും വേദയോടും പറയുകയാണ്. അപ്പോൾ അവർക്ക് സമാധാനമായി. ഇപ്പോൾ ഓർമ്മയൊക്കെ തിരിച്ച് കിട്ടിയല്ലോ. പക്ഷെ ആ പേടി ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്തായാലും അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സമാധാനമായി. ഇത്രയും മതി, നീ ധൈര്യമായിട്ടിരിക്കും, നിൻ്റെ കൂടെ ഞങ്ങളല്ലേ ഉള്ളതെന്ന് വേദ ചോദിക്കുക. പുളിക്കൻ്റെ മരണത്തിന് ആകെയുള്ള ഏക ദൃക്സാക്ഷി നീയാണ്. നിൻ്റെ മൊഴി വെച്ച് വേണം നിയമ പോരാട്ടം നമുക്ക് നടത്താനെന്നുള്ള കാര്യം വേദ ഇങ്ങനെ അവിടെ നിന്ന് അനിയൻകുട്ടനോട് പറയുവാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ ഞങ്ങൾ കാത്ത് സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു. ആരും നിന്നെ ഒന്ന് തൊടുപോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ അനിയൻകുട്ടനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ. അതിനുശേഷം അനിയൻകുട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ചെന്ന് അച്ഛനോടും അതുപോലെ സേതുവിനോടൊക്കെ നമ്മുടെ വിക്രം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, സന്തോഷമായി. അപ്പോൾ സേതു ചോദിച്ചു, എല്ലാം കലങ്ങി തെളിഞ്ഞു, ഇനിയിപ്പോൾ എന്നാണ് തിരിച്ചു മടക്കം എന്ന് ചോദിച്ചപ്പം ഇന്നത്തെ ഈ കല്യാണാഘോഷങ്ങളുടെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നാളെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങും എന്ന് വിക്രം പറയുക. അപ്പോൾ അതിന് പോണതിന് മുമ്പ് ഇവൾക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ അമ്പലത്തിൽ എന്തോ ഒരു പൂജയോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൽ ഒരു ആഘോഷമുണ്ട്, അപ്പോൾ അതിനകത്ത് പങ്കെടുക്കണമെന്നുള്ളതാണെന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ വിക്രവും വേദയും കൂടെ സംസാരിച്ച് അതുപോലെ സേതുവായിട്ട് വിവരങ്ങളെല്ലാം സംസാരിച്ച് സേതു നേരം ഇവിടുന്ന് പോകുന്നത് വരെ ശരിക്കും സൂക്ഷിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു. അതെ, എന്തായാലും വലിയൊരു ആപത്ത് നമ്മുടെ പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വേദയുടെ അച്ഛൻ്റെ കോള് വരുന്നു. ഹലോ, അപ്പോൾ വേദയോട് തൻ്റെ അച്ഛനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം കോൾ എടുക്കാൻ പറഞ്ഞു. അച്ഛൻ എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ ഫോൺ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫോൺ എടുത്തു. അപ്പോൾ ഹലോ സാർ, ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അതെന്ത് ചോദ്യം സാർ, മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എവിടെയാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാളെ ഇവിടുന്ന് മടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയായി എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ഒരു കാരണവശാലും ആർക്കും പിടി കൊടുക്കരുതെന്നും അനിയൻകുട്ടനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർത്ത് കളയുമെന്നുള്ള കാര്യം നമ്മുടെ അച്ഛൻ തന്നെ ഇവരോട് പറയുക. അതുകൊണ്ട് ചെവി അറിയാതെ വേണം നിങ്ങൾ അവിടുന്ന് പോരാൻ. നാളെ നിങ്ങൾ എവിടെ വരണമെന്നും എങ്ങനെ വരണമെന്നും എവിടെ നിൽക്കണമെന്നും ഞാൻ പറയാം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതിയെന്നും അച്ഛൻ ഇവരോട് പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. അങ്ങനെ ഇനി ഈ ഫോൺ ചലിക്കരുത് എന്നും പറയാം. അങ്ങനെ അതും പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വേദ എന്താ അച്ഛൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം അച്ഛൻ അറിയാമല്ലോ. അപ്പോൾ നാളെ ഇവിടുന്ന് ചെല്ലുന്നത് അച്ഛൻ്റെ അടുത്തേക്കാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം ചതി ആയിരിക്കുമോ വിക്രം എന്ന് ചോദിക്കുക. ആ സംസാരം കേട്ടിട്ട് അതൊരു ചതിയുടെ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വിക്രം വേദയോട് പറയുവാണ്. അപ്പോൾ എന്തായാലും ഇവിടം വരെയൊക്കെ ആയില്ലേ കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമോ, തീർപ്പുണ്ടാകും, അത് ഉറപ്പാണ് വേദാന്ന് വിക്രം വേദയോട് പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ശ്രീകാന്തും അമ്മായച്ചനും പിന്നെ ആ ജോബി എന്ന് പറയുന്നവനും കൂടി കുറേ ഗുണ്ടകളെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിരിക്കുക. അവന്മാരാണെങ്കിൽ വിക്രത്തെയും വേദയെയും അതുപോലെ അനിയൻകുട്ടനെയും പൊക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് വിക്രത്തെയും അനിയൻകുട്ടനെയും തീർത്ത് കളഞ്ഞേക്കാനുള്ള പ്ലാനൊക്കെയാണ്. അങ്ങനെ അവർ ആ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഗുണ്ടകളെയൊക്കെ വിളിച്ചു വരുത്തി. അവന്മാർ കുറേ പേരുണ്ട്. കുറേ പേര് വന്നിങ്ങനെ ഇവർക്ക് ചുറ്റിനും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ തടിമാടന്മാരായിട്ടുള്ള എന്തിനും പോകുന്നവന്മാരാണ് വന്ന് നിൽക്കുന്നത്.
അപ്പോൾ അവന്മാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാർ ധാരാളം മതിയെന്ന് അമ്മായി അച്ഛൻ മരുമോനോട് പറയുന്നു. അതിനുശേഷം ഇവന്മാരോട് കാര്യങ്ങൾ പറയാണ്. വേദയും വിക്രവും എവിടെയാണ് ഉള്ളതെന്ന് ഇയാൾ, അതായത് ജോബി കാണിച്ചു തരുമെന്നും അവിടെ പോയി അവന്മാരെ രണ്ടുപേരെയും തീർത്തിട്ട് അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള കാര്യം പറയുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്താളിപ്പോട് കൂടി ഇങ്ങനെ ആ ജോബി എന്ന് പറയുന്നത് നിൽക്കുക, തീർത്ത് കളയാൻ. അപ്പോൾ ഇവന്മാർ ചില്ലറക്കാരല്ല എന്നുള്ള കാര്യം ജോബിക്ക് മനസ്സിലായി. അപ്പോൾ അതേ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഗുണ്ടകൾ ഈ ജോബിയുടെ കൂടെ പറഞ്ഞു വിടുവാണ്, രാത്രിക്ക് രാത്രി തീർത്തിട്ട് വരാൻ പറ്റുമെങ്കിൽ അത്രയും തന്നെ നല്ലത്. അപ്പോൾ ഇവരിവിടെ ഇടയ്ക്ക് കിടന്ന് ഈ പണി ഒപ്പിക്കുന്നതൊന്നും വേറെ ആരും അറിയുന്നില്ലെന്നുള്ളത് ഇവർക്കറിയാം. അതിൻ്റെ ഒരു ധൈര്യമാണ് ഇവർക്ക്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതേ സമയത്ത് പിന്നെ നമ്മുടെ വേദയുടെ അച്ഛൻ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക. അപ്പോഴത്തേക്കും പത്മ അങ്ങോട്ടേക്ക് വന്നു. എന്താ ശങ്കരേട്ട, എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ലടോ എന്ന് പറഞ്ഞു. വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അവരുടെ ജീവിതവും ജീവനും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് അതിന് വേണ്ടുന്നത് എന്തും ചെയ്തേ പറ്റുള്ളൂ. മറുതലയ്ക്കൽ മകനും എനിക്ക് ശത്രുവായി തീർന്നിരിക്കുകയാണെന്ന കാര്യം അച്ഛനിങ്ങനെ അമ്മയോട് പറഞ്ഞു. എന്നാലും ശ്രീകാന്ത് ഇങ്ങനെയായി പോകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മ സങ്കടപ്പെടുമ്പോൾ അവന് ബന്ധങ്ങളോ സ്വന്തങ്ങളോ അച്ഛനോ അമ്മയോ ഒന്നും പ്രധാനമല്ല. അവന് സ്വത്ത് മാത്രമാണ് അവൻ്റെ മുന്നിലുള്ളത്. ആ സ്വത്തിന് വേണ്ടി അവൻ നാളെ നമ്മളെയും അപായപ്പെടുത്താൻ മടിക്കില്ലടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനിങ്ങനെ അമ്മയോട് പറയുക. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവൻ്റെ ഈ നെറുകേടിന് കൂട്ടു നിൽക്കാനും അല്ലെങ്കിൽ അവൻ്റെ ഈ തോന്നിവാസം സമ്മതിച്ചു കൊടുക്കാനൊന്നും ഇനി എന്നെ കിട്ടത്തില്ല എന്ന് അച്ഛനിങ്ങനെ അമ്മയോട് പറയുന്നു. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുക. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇവരവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് അവിടെ നമ്മുടെ വേദയുടെയും വിക്രവും ഉള്ളിടത്ത് അവിടെ ആ ഒരു ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ആ നാട്ടുകാരും എല്ലാം കൂടി എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഭയങ്കര ഇതായിട്ട് നിൽക്കുക. അങ്ങോട്ടാണ് വിക്രവും വേദയും കൂടെ ചെല്ലുന്നത്. ഈ ചെറുക്കനും പെണ്ണിനും മധുരം കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ആ ഒരു ഉപദേശങ്ങളൊക്കെ കൊടുത്ത് വിക്രവും വേദയും അവരെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷം ആഘോഷത്തിൻ്റെ മൂഡിലാണ്. പിന്നെ അവിടെ ഒരു പാട്ട്, ഡാൻസ്, ചിരിയും കളിയും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുമായിട്ട് അവരുടെ വിവാഹ ദിവസം ഇവർ നല്ല ആഘോഷമാക്കി. വിക്രവും വേദയൊക്കെ നല്ല അടിപൊളി ഡാൻസ് കളിക്കുന്നു. സേതു അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടുന്നു. നമ്മുടെ അനിയൻകുട്ടൻ ഡാൻസ് കളിക്കാൻ കൂടുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചിരിച്ച് കളിച്ച് ഡാൻസ് പാടി തുമർക്കുന്ന സമയത്ത് ആ ജോബി എന്ന് പറയുന്നവൻ ദേ വരുന്നു ആ ഗുണ്ടകളുമായിട്ട് മല കയറി. ഇവന്മാരിങ്ങോട്ടേക്ക് വരും. പക്ഷെ ഇവന്മാർ വരുന്നതൊന്നും ആരും അറിയുന്നില്ല. ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, തുള്ളിച്ചാടി അവിടെ ആഘോഷ തിമിർപ്പിലാണ്. പക്ഷേ അവന്മാർ ഇതിനിടയ്ക്ക് വന്ന് കയറുന്നതൊന്നും ആരും അറിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് വിക്രവും വേദയും പോകും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് കാവലായിട്ട് ആ പള്ളിയിലെ അച്ഛനും അല്ലെങ്കിൽ അറിയാവുന്നവരെല്ലാവരും ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് മറ്റവന്മാർ ഇങ്ങോട്ടേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ അവന്മാർ വന്നു കഴിയുമ്പോൾ വിക്രത്തിനും വേദയ്ക്കും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് അറിയാനുള്ളത്. അപ്പോൾ ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നതൊന്നും അറിയാതെ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും വളരെ പ്രതീക്ഷയോട് കൂടിയാണ്. അപ്പോൾ വിക്രം വീട്ടിലേക്കും വിളിച്ചു പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇവിടുന്ന് പോരുകയാണ്, വന്ന കാര്യം ദൗത്യമൊക്കെ പൂർത്തിയായി, എല്ലാം ഭംഗിയായി അവസാനിച്ചു, ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ മാഷിനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ അമ്മയും അച്ഛനും കൂടി ഇനിയെങ്കിലും നമ്മുടെ മക്കളുടെ ഈ കഷ്ടപ്പാട് ജീവിതം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്നും അനിയൻകുട്ടന് സ്വബോധം തിരിച്ചു കിട്ടിയതുകൊണ്ട് ഇനിയിപ്പം വാസുവിനെ അല്ലെങ്കിൽ മറ്റാരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് അമ്മ. അപ്പോൾ അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, വാസുവിനെ അല്ലെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല, മറിച്ച് അവരെ അപായപ്പെടുത്താൻ നടക്കുന്ന മറ്റു ശത്രുക്കളുണ്ടല്ലോ, അനിയൻകുട്ടനെ അവസാനിപ്പിക്കാനും വിക്രത്തെ നശിപ്പിക്കാനുമായിട്ട് നടക്കുന്നവർ, അവരെ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം കമല, അവരാണ് ശരിക്കും യഥാർത്ഥ ശത്രുക്കളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മയോട് പറയണു. അപ്പോൾ അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ പേടിയായി. തന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, വന്നു കഴിഞ്ഞാലും അവർക്ക് നമ്മൾക്കരികിലേക്ക് വരാനുള്ള സമയം ആയിട്ടില്ല എന്ന് തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ എന്ന് അച്ഛൻ അമ്മയോട് പറയുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ കണ്ട് സ്വപ്നം കണ്ടൊക്കെ പാവങ്ങൾ ഓരോന്നൊക്കെ ചിന്തിച്ചും കൂട്ടി അവിടെ അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും അവിടെ ആഘോഷം എല്ലാം കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും ഇങ്ങനെ അവരുടെ ജീവിതം, അവരുടെ സ്വപ്നം അതെല്ലാം സഫലമായല്ലോ. അതിനങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി ഇങ്ങനെ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. എന്തായാലും വിക്രവും വേദയുമായിട്ട് നശിപ്പിച്ച് കളഞ്ഞൊരു ജീവിതം അവർ തന്നെ വീണ്ടെടുത്ത് കൊടുത്തു. അതിൻ്റെ സന്തോഷമാണ് അവർക്ക്. അങ്ങനെ വിക്രവും വേദയും അതുപോലെ നമ്മുടെ അനിയൻകുട്ടനും സേതുവും എല്ലാവരും ആടിപ്പാടി സന്തോഷമായിട്ട് തളർന്ന് ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനുള്ളത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ, എല്ലാവരും കാത്തിരുന്ന് കാണണേ. ഇനി ഇതിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ, സ്വീകൻ, ടേക്ക് കെയർ, ബൈ ബൈ.